വീഥികൾ സജീവമായി. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വഴിയോര കച്ചവടക്കാർ ഇക്കുറിയും നഗരത്തിൽ സജീവമാണ്. സാധാരണക്കാരന്റെ ഓണം സമൃദ്ധമാക്കുന്നത് ഇത്തരം കച്ചവടക്കാരാണ്. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സാധാരണക്കാരന് ആശ്വാസമായി തെരുവ് കച്ചവടക്കാരും നഗരത്തിൽ സജീവമായി. കീശ കാലിയാകാതെ സാധാരണക്കാരന് ഓണക്കോടി നൽകാൻ 100-ൽ പരം തെരുവ് കച്ചവടക്കാരാണ് നഗരത്തിൽ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ വ്യാപാരികൾ എത്തിയിരിക്കുന്നത്. നഗരത്തിലെ ഫുട്പാത്തുകൾ ഏറെക്കുറെ ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞു. BM സ്കൂൾ മുതൽ കമ്മീഷൻ ഓഫീസ് പരിസരം വരെ കച്ചവടക്കാരുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. മിഠായി തെരുവ് അടക്കമുള്ള മറ്റു കേന്ദ്രങ്ങളിലും തെരുവ് കച്ചവടം തകൃതിയാണ്. വിലക്കുറവ് തന്നെയാണ് തെരുവ് വാണിഭത്തെ ആകർഷകമാക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ കയറിയാൽ ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും നൽകേണ്ട കുട്ടികളുടെ വസ്ത്രങ്ങളുടെ ബജറ്റ് ഇവിടെയായാൽ 250 മുതൽ 400 രൂപയിൽ ഒതുങ്ങും. 200 മുതൽ 550 രൂപ വരെയാണ് കുട്ടികളുടെ വിവിധ തരത്തിലുള്ള ഉടുപ്പിന്റെ വില. 200 രൂപ വിലയുള്ള കുട്ടികളുടെ മാപ്പിള സെറ്റിന് ആവശ്യക്കാരേറെയുണ്ട്. 150 രൂപയ്ക്ക് കുട്ടികളുടെ ജീൻസ് പാന്റും 130 രൂപയ്ക്ക് ആൺകുട്ടികൾക്കുള്ള ഷർട്ടും കിട്ടും. മുതിർന്നവരുടെ ഷർട്ടിന് വില 200 രൂപ. കുഞ്ഞുങ്ങൾക്ക് പുത്തനുടുപ്പ് വാങ്ങി കാശ് തീരാറായാൽ അമ്മമാർ വിഷമിക്കരുത്. 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു സാരി. ഇപ്പോൾ തന്നെ സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്കൂളുകൾ ഓണാവധിയിലേക്ക് പ്രവേശിച്ചതോടെ കച്ചവട തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ. തിരുവോണം നാളിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. AC ഇട്ട് തണുപ്പിച്ച തുണിക്കടയിൽ കയറിയാൽ കീശ കാലിയാകുമെന്നതിനാൽ സാധാരണക്കാർ പുതുവസ്ത്രമെടുക്കാൻ ആശ്രയിക്കുന്നത് ഈ തെരുവോര കച്ചവടക്കാരെ തന്നെയാണ്. ക്യാമറമാൻ ഇർഫാൻ ഹബീബ് ഉത്തരമഠത്തിനൊപ്പം മുഹമ്മദ് ഷംസീർ, കോഴിക്കോട്.